സന്തുഷ്ട കുടുംബം എന്നൊരു കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് അതിലെ ആഡംബര വസ്തുക്കളോ അവിടെ നിലനിൽക്കുന്ന സുഖ സൗകര്യങ്ങളോ നോക്കിയിട്ടല്ല. മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആലോചനയും ഇല്ലാതെ നാം കടം വാങ്ങുവാൻ തുടങ്ങിയാൽ നാം കുഴിക്കുന്ന കുഴിയിൽ നാം തന്നെ വീഴുമെന്നുള്ള കാര്യം മറക്കണ്ട. ജോലി സമ്മർദ്ദങ്ങളിലും ഉത്തരവാദിത്വങ്ങളിലും മാത്രം മുങ്ങിപ്പോകരുത് ജീവിതം. എല്ലാ തിരക്കുകൾക്കിടയിലും നല്ല കുടുംബ ബന്ധങ്ങളും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ജീവിതം ആസ്വദിക്കുക. ഹായ് എവ്രിവൺ, വെൽക്കം ടു കാൻഡൻ ടോക്സ്. ഭാര്യഭർത്താക്കന്മാർ ജോലിക്കാരായതും ജോലി സമയം വർദ്ധിച്ചതും ജോലിയും കുടുംബവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്തതും കുട്ടികളുടെ കാര്യം നോക്കാനായി സമയം ലഭിക്കാത്തതും ദമ്പതികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷസ്, കോമ്പറ്റീഷൻസ്, അണ്ടർസ്റ്റാൻഡിങ്, കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഇതെല്ലാം ആർക്കു തന്നെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ജോയിന്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള കൂടുമാറ്റവും ഇതിനൊരു കാരണമാണ്. ഒരു കാര്യം അറിയോ, ദമ്പതികൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാരന്റ്സ് തമ്മിലുള്ള ഈ വഴക്കുകൾ കൂടുമ്പോൾ കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, വയലൻസ്, നിഷേധാത്മകമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, നിരാശ, കോൺഫിഡൻസ് ഇല്ലായ്മ ഇവയ്ക്ക് കാരണമാകാനിടയുണ്ട്. ഇത് കൂടാതെയോ ദമ്പതികൾക്ക്, അച്ഛനമ്മമാരുടെ ഇടയിൽ തന്നെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൽ ഉപരി അവർക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടാവാം, അവര് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ചെന്നുപെടാനിടയുണ്ട്. അമിതമായ മദ്യപാനം, ഡിപ്രഷൻ ഇത് മുതലായ പ്രശ്നങ്ങളിലേക്ക് അവരും എത്തിച്ചേരാറുണ്ട്. കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നതിന് മുന്നേ തന്നെ രണ്ടുപേരും ചേർന്ന് തുറന്ന് സംസാരിക്കുകയും ശരിയായിട്ടുള്ള രീതിയിൽ പ്രശ്നപരിഹാരം കണ്ടെത്തുകയും വേണം. അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ഡിപ്രഷൻ ഇങ്ങനെയുള്ള ഇഷ്യൂസ് അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക അത്യന്താപേക്ഷിതമാണ്. എല്ലാ വീടുകളിലും അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഇരുന്നു കൊണ്ട് തുറന്ന ചർച്ചകളിലൊക്കെ ഇത് ഒരു ഫാമിലി ബോണ്ടിങ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവാനും എനിക്ക് ഷെയർ ചെയ്യാൻ എൻ്റെ കൂടെ ആളുകളുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള ക്വാളിറ്റി ടൈം, ഫാമിലി ടൈം ഹെൽപ്പ് ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട്. എങ്ങനെയാണ് മിക്കവാറും സാമ്പത്തിക പ്രശ്നം കുടുംബങ്ങളിൽ ഉണ്ടാവുന്നത്? ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം നോക്കി കണ്ടുകൊണ്ടാണ്. അടുത്ത വീട്ടിൽ ഒരു പുതിയ കാർ മേടിക്കുകയോ അടുത്ത വീട്ടിലെ കുട്ടികൾ വിദേശ പഠനത്തിന് പോവുകയോ ആഡംബര വീടുകൾ വെക്കുകയോ ചെയ്താൽ അതുപോലെ നമുക്ക് അനുവർത്തിക്കണം എന്നുള്ള അല്ലെങ്കിൽ അത് നമ്മൾ കോപ്പി ചെയ്യണം എന്നുള്ള, നമ്മുടെ ജീവിതത്തിലേക്കും അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള വാശി കൊണ്ടാണ് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇന്നത്തെ കുടുംബങ്ങൾ ഫേസ് ചെയ്യുന്നത്. നമ്മുടെ കഴിവിനനുസരിച്ചും താല്പര്യത്തിനനുസരിച്ചും നമ്മുടെ സൗകര്യങ്ങൾക്കും അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും എല്ലാ സാധനങ്ങളും വാങ്ങിക്കുവാൻ ലോൺ ലഭ്യമാണ്. കാറ് വാങ്ങിക്കാനാവട്ടെ, ഫ്രിഡ്ജ് വാങ്ങിക്കാനാവട്ടെ, എന്തിനാണെങ്കിലും വീട് വയ്ക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ലോൺ നമുക്ക് കിട്ടും. വാങ്ങിക്കുന്ന കടം നമുക്ക് കൊടുക്കുന്നതിന് അപ്പുറമായി കഴിഞ്ഞാൽ നാം കുഴിക്കുന്ന കുഴിയിൽ നാം തന്നെ വീഴുമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം. അല്പം പോലും തെറ്റാൻ ഇടയില്ലാത്ത കണക്കുകൾ വെച്ചാവണം നമ്മുടെ ജീവിതം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ? എല്ലാം തകർന്ന് നമ്മുടെ കണക്കൂട്ടലൊക്കെ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും തകർന്നു പോകും. ആവശ്യമില്ലാത്ത പല അഡിക്ഷൻസിലേക്കും ചെന്നപ്പെടുന്നത്. ഒരു കുടുംബത്തെ സന്തുഷ്ട കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിനുള്ളിലുള്ള ആഡംബര വസ്തുക്കളോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളോ കണക്കിലെടുത്തിട്ടില്ല. അവിടെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബത്തെ ഒരു സന്തുഷ്ട കുടുംബമായി കണക്കാക്കുന്നത്. ജോലി സമ്മർദ്ദങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും കുരുങ്ങി നമ്മുടെ ജീവിതം നമ്മൾ പാഴാക്കി കളയരുത്. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ മുതൽക്കൂട്ടാണ്. Value your family, spend quality time with your family. If you like this video, follow my channel. Expect nothing and appreciate everything. See you next time. Bye.